കേന്ദ്രം വിരട്ടുന്നു. പുതിയ സാമ്പത്തിക വർഷത്തിലും വായ്പാ നികുതി ഇല്ല. പെൻഷൻ പ്രായം കൂട്ടും. നോക്കാം വിശദമായി. പുതിയ സാമ്പത്തിക വർഷത്തിലും വായ്പാ നികുതി നൽകാൻ കേന്ദ്രം മടിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ പ്രായം കൂട്ടാനൊരുങ്ങിയ സംസ്ഥാനം. 2 മാസമായിട്ടും വായ്പാനുമതി രേഖ കേന്ദ്രം നൽകാത്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം. സാധാരണ ഏപ്രിൽ മാസത്തിൽ നൽകേണ്ട സാഹചര്യത്തിലും കേന്ദ്രം മടിക്കുന്ന നിലയിലാണ് സംസ്ഥാനം ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം അറിയിച്ച് കത്തയച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്രം മൗനം നടിക്കുകയാണ്. ഈ വർഷം 37,512 കോടിയോളം വായ്പ എടുക്കണമെന്നാണ് ധാരണ. എന്നാൽ ജനുവരി തുടങ്ങി ഡിസംബർ മാസം വരെ എത്ര വായ്പ എടുക്കാമെന്ന പരിധി സംബന്ധിച്ച അനുമതി രേഖ കേന്ദ്രം നൽകിയിട്ടില്ല. ഏപ്രിൽ മാസം 5,000 കോടി താൽക്കാലിക അനുമതി ചോദിച്ചുവെങ്കിലും 3,000 കോടി മാത്രമാണ് നൽകിയത്. തെരഞ്ഞെടുപ്പ് ചട്ടം തടസ്സമല്ലെന്നിരിക്കെ കേന്ദ്രം കാട്ടുന്ന അലംഭാവത്തോട് സംസ്ഥാനത്തിന് കടുത്ത അമർഷമുണ്ട്. മെയ് മാസത്തിൽ 16,338 പേരാണ് വിരമിക്കുന്നത്. ഈ വർഷം സർവീസ് അവസാനിപ്പിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ഇപ്പോഴാണ് വിരമിക്കുക. ആനുകൂല്യങ്ങൾ നൽകുന്നതിന് 9,000-ലധികം രൂപ വേണ്ടിവരും. പുറമെ പെൻഷനും ശമ്പളത്തിനും 5,500 കോടി രൂപയും 5,000-ലേറെ കോടി രൂപ വായ്പയായി കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം കൂട്ടുന്നത്.